ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ പറ്റിയിട്ടാണ്. സോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തും, അതായത് എന്തൊക്കെ സിംറ്റംസ് ആണ് അത് കാണിക്കുന്നത്, അതുപോലെ അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊരു ഷോർട്ട് വീഡിയോ ആണ് ഇത്. സോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു അസുഖം ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലഘട്ടത്തില് ഈ വയസ്സായവർക്ക്, അതായത് ഒരു 60 years എബോവ് ഒക്കെ ആകുമ്പോഴത്തേക്കുമാണ് ശരിക്കും എല്ല് തേയ്മാനം കണക്കിലുള്ള പ്രശ്നങ്ങൾ. അത് ശരിക്കും പറഞ്ഞാൽ എല്ലിന് ബലക്കുറവൊക്കെ സംഭവിക്കുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിലാണ്. അത് മുൻപൊക്കെ ഓൾഡ് ഏജിലാണ് കാണപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പോലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. ശരി, ഒരു അഡോളസെന്റ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ മുട്ടുവേദന, കാലുവേദന, കൈവേദന, അങ്ങനത്തെ ഒക്കെ ബോൺ ഡെൻസിറ്റി കുറഞ്ഞു തുടങ്ങുന്നത് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ഒരു സൂചനയാണ്. സോ എന്തുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ, മീൻസ് ഈ ഒരു ജനറേഷനിൽ അത് കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഒന്നും കുട്ടികൾ പോലും വെളിയിൽ പോയി ഒന്ന് കളിക്കുകയോ അവരുടെ ടൈം ഒന്ന് പുറത്ത് സ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല. സോ സൺലൈറ്റിൽ ഡയറക്റ്റ് കിട്ടുന്ന ഒരേ ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. പുറത്ത് പോയി കളിക്കുന്നില്ല, പുറത്ത് ഒരുപാട് നേരം വെയിൽ കൊള്ളുന്നില്ല. എല്ലാവരും വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലായിടവും കവർ ചെയ്ത് ഒക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. സോ ആരും വെയിൽ കൃത്യമായി കൊള്ളുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു വൈറ്റമിൻ ഡിയുടെ സോഴ്സ് ശരിക്കും പറഞ്ഞാൽ ഈ സൺലൈറ്റ് തന്നെയാണ്. സൺലൈറ്റ് എന്ന് പറയുമ്പോൾ നട്ടുച്ച വെയിലല്ല. രാവിലെ 7 മണി തൊട്ട് 11 മണി വരെയുള്ള വെയിലും, അതുപോലെ തന്നെ വൈകുന്നേരം 3 തൊട്ട് 5 മണി വരെയുള്ള വെയിലുമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെയധികം കൂടുതലാണ്. സോ എന്തൊക്കെ സിംറ്റംസ് ആണ് കാണുന്നത്? സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റമിൻ ഡി നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടുമ്പോൾ സൂര്യപ്രകാശം നമ്മുടെ ബോഡിയിൽ വരികയും നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിനെ സൊല്യൂബിലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വൈറ്റമിൻ ഡിക്ക് ഉണ്ട്. വൈറ്റമിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫാറ്റി ലിവർ പോലെ കണക്കിനുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ക്ഷീണം. അപ്പം നമ്മൾ ചിലർക്ക് ചോദിക്കുമ്പോൾ പറയും ഉറക്കമുണ്ട്, പക്ഷേ നല്ല ഫ്രഷ് ആയിട്ടല്ല എഴുന്നേൽക്കുന്നത്, അതായത് എനിക്കൊരു ഫ്രഷ്നെസ് ഫീൽ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വൈറ്റമിൻ ഒന്ന് ചെക്ക് ചെയ്യണം. 20 നാനോഗ്രാം ബിലോ ആണ് വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ. 20 to 30 ആ ഒരു റേഞ്ചിൽ വരുമ്പോൾ അതൊരു മീഡിയേറ്റ് ലെവലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവൽ അനുസരിച്ച് പോകുമ്പോൾ നമ്മൾ ഫുഡ് സപ്ലിമെന്റ്സിലൂടെ മാത്രമല്ല, അല്ലാതെ മെഡിക്കേഷൻസും കഴിക്കണം. മെഡിക്കേഷൻസ് വന്നിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് മാത്രമേ നമ്മൾ പ്രിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ മെഡിസിൻസ് കഴിക്കാവൂ. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം വൈറ്റമിൻ ഡി ഗുളികയൊന്നും നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല. വേറെ കുറച്ച് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ മസിൽ പെയിൻ, ബോൺ പെയിൻ ഒക്കെ, അതായത് വെറുതെ ഇരിക്കുമ്പോൾ ഓരോ ജോയിന്റ് പെയിൻ, ഭയങ്കരമായിട്ട് നല്ലൊരു വേദന. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് തട്ടോ മുട്ടോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ പ്രായം വെച്ചിട്ട് നമുക്ക് ഒരു ബോൺ പെയിൻ ഒന്നും വരേണ്ട ഒരു പ്രായം ആയിട്ടില്ല. ഈവൻ ദോ ബോൺ പെയിൻ, മസിൽ പെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനൊരു ചാൻസ് വളരെയധികം, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ചാൻസ് വളരെയധികം കൂടുതലാണ്. അതിൽ കൂടുതൽ മുടി കൊഴിയുന്നു, അതായത് നന്നായിട്ട് മുടി കൊഴിയുന്ന പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നത്. അതായത് സ്വാഭാവികമായിട്ട് മുടി കൊഴിച്ചിലുള്ളവരാണ്, പക്ഷെ അതിൽ അളവിൽ കൂടുതലായിട്ട് പോകുന്ന ഒരു ഫീല്. അതായത് മുഖത്ത് വൈറ്റ് പാട്, സോ നഖത്തില് വൈറ്റ് പാടുകളൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ്. സോ ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? സൂര്യപ്രകാശം കൊള്ളുക. ഞാൻ പറഞ്ഞതുപോലെ രാവിലെ 7 തൊട്ട് 11 മണി വരെ, വൈകുന്നേരം 3 തൊട്ട് 5 മണി വരെയുള്ള വെയില് നല്ലതുപോലെ കൊള്ളുക. ഇപ്പൊ കുറച്ചൊന്ന് നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 20 മിനിറ്റ്സോളം നിന്നാൽ മതി. കുറച്ചൊരു മോഡറേറ്റ് ബ്രൈറ്റ്നസ് ഉള്ളവരാണ്, അല്ലെങ്കിൽ ഒരു മീഡിയേറ്റ് ബ്രൈറ്റ്നസ്സേ ഉള്ളൂ എങ്കിൽ 20 to 30 മിനിറ്റ്സ് നമ്മൾ വെയിൽ കൊള്ളണം. നല്ല ഡാർക്ക് കോംപ്ലക്ഷൻ ആയിട്ടുള്ളവരാണെങ്കിൽ ഒരു 45 മിനിറ്റ്സ് എങ്കിലും വെയിൽ കൊള്ളണം. അപ്പോൾ ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് നേരം കൊണ്ടാലേ അത് കൺസ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫുഡിലൂടെയാണ് നമുക്ക് കൺസ്യൂം ചെയ്യണമെങ്കിൽ മുട്ട, പാല്, അതായത് ഡയറ്ററി പ്രോഡക്ട്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ സപ്ലിമെന്റ്സ് തന്നെയാണ് കഴിക്കുന്നത്, അതായത് മെഡിസിൻ സപ്ലിമെന്റ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് റെഡ്യൂസ് ചെയ്ത് നോക്കൂ. സൺലൈറ്റ് മാക്സിമം കൊള്ളാൻ ശ്രമിക്കുക. രാവിലെ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം എങ്കിലും ഒരു കുറഞ്ഞത് 30 മിനിറ്റ്സ് എങ്കിലും സൺലൈറ്റ് കൊള്ളുക. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ, till then, it's my talk with Dr. Agastya signing off. Thank you.